ഇപ്പോൾ കെ.പി. ശശികല ടീച്ചർ, ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, സമസ്തയുടെ സ്ത്രീവിരുദ്ധത വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ഹസ്തദാനം ചെയ്യുന്നതും, സ്ത്രീകൾ ഹസ്തദാനം ചെയ്യുന്നതും ആലിംഗനം ചെയ്യുന്നതും പുരുഷന്മാരെ ആലിംഗനം ചെയ്യുന്നതും ഇസ്ലാം വിരുദ്ധമാണ് എന്നാണ് നേതാവ് അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു വെക്കുന്നത്. ഒപ്പം കല്യാണ ചടങ്ങുകളിലടക്കം സ്ത്രീകളുടെ പങ്കാളിത്തം കൂടി വരുന്നതിൽ അതൃപ്തിയും അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു സാഹചര്യത്തെ? ഇവിടെ സമസ്ത അതിന്റെ അണികളോട് അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തെ മുഴുവൻ അഡ്രസ് ചെയ്യാൻ സമസ്തയ്ക്ക് സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇസ്ലാമിന്റെ ഒരു വിഭാഗത്തോടാണ് സമസ്ത ഇത് പറയുന്നത് എന്നവർക്ക് ന്യായീകരിക്കാം. അതുകൊണ്ട് അത് എന്നെ സംബന്ധിച്ചൊരു വിഷയമല്ല. കാരണം മുസ്ലിം സ്ത്രീകൾ എന്ത് ചെയ്യണം, സമസ്തയിൽ വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യണം, അത് അവർ വിചാരിക്കുകയോ അവരനുസരിക്കുകയോ ചെയ്യട്ടെ. അത് നമ്മളെ സംബന്ധിച്ചൊരു വിഷയമല്ല. പക്ഷേ ഇതിന്റെ ഭയം എവിടെയാണ് എന്ന് പറഞ്ഞാൽ, സമസ്തയുടെ ഇത്തരം തീരുമാനങ്ങൾ പലപ്പോഴും സമസ്തയുടെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. സമസ്തയോ അല്ലെങ്കിൽ അവരുടെ ഇസ്ലാമിക സമൂഹത്തിലോ സുന്നി സമൂഹത്തിനുള്ളിലോ ഒതുങ്ങി നിൽക്കുന്നില്ല. കാരണം ഇവിടെ ഇടതാണെങ്കിലും വലതാണെങ്കിലും കേരളത്തിൽ വരുന്ന ഭരണകൂടങ്ങൾ സമസ്തയ്ക്കും ജമാഅത്തെ ഇസ്ലാമിക്കും അല്ലെങ്കിൽ പാണക്കാട് ഞങ്ങൾക്ക് ഏതൊക്കെയാണോ ഇസ്ലാമിക അധികാര കേന്ദ്രങ്ങൾ അവരെയൊക്കെ ചെന്ന് ഏത്തമിട്ട് വണങ്ങി നിൽക്കുന്ന ഒരു ദുരവസ്ഥ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മൊത്തം സമൂഹത്തിലേക്ക് ചില കാര്യങ്ങൾ ഇവരെത്തിക്കുമോ എന്ന ഭയമാണ് നമുക്കുള്ളത്. കാരണം നമ്മളിപ്പോ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ട് സമസ്തയാണ് തീരുമാനങ്ങളൊക്കെ എടുത്തത്. വിദ്യാഭ്യാസ മന്ത്രി ഒരു പക്ഷേ ശിവൻകുട്ടിയായിരുന്നിരിക്കാം. വിദ്യാഭ്യാസം അടക്കമുള്ള കേരളത്തിലെ ക്യാബിനറ്റിനെ നിയന്ത്രിച്ചിരുന്നത് സിപിഎമ്മിന്റെ മുഖ്യമന്ത്രിയായിരിക്കാം. പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സമസ്ത തീരുമാനിക്കാത്ത ഒന്നും ഇവിടുത്തെ വിദ്യാഭ്യാസം നടന്നിട്ടില്ല. അത് വിദ്യാലയത്തിന്റെ സമയമാറ്റത്തെ സംബന്ധിച്ചാണെങ്കിലോ വിദ്യാലയത്തിന്റെ യൂണിഫോമിനെ സംബന്ധിച്ചാണെങ്കിലോ കൊടുത്ത തൂമ്പ നൃത്തം എന്തുമായിക്കൊള്ളട്ടെ, സമസ്ത എന്താണോ പറയുന്നത് അതിനപ്പുറത്തേക്ക് നീങ്ങാൻ വലിയ വിപ്ലവം പറയുന്ന ഇടതുപക്ഷത്തിന് പോലും ആയിരിക്കും. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് ഒരു ചർച്ചയും നടത്തുന്നില്ല എന്നതാണ് സത്യം. മുസ്ലിം ലീഗിന്റെ തീരുമാനം അറിഞ്ഞാൽ അത് ഇവരുടെ വായിൽ കൂടെ പുറത്തേക്ക് വരിക മാത്രമേ സംഭവിക്കുകയുള്ളൂ ആരായിരിക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ളത്. പത്ത് വിധിപണി ചെല്ലേണ്ടി വരുന്ന ഒരു ഭരണകൂടമാണ് ഈ UDF ഭരണകൂടം എന്ന് പറഞ്ഞത്. പ്രഖ്യാപിക്കുമ്പോൾ വയനാട് മണ്ഡലം ഓർക്കണം. കാരണം മുസ്ലിം ലീഗ് അല്ല എങ്കിൽ മുഖ്യസ്ഥാനം പോലും ഒരുപക്ഷെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം വരെ അവർക്ക് ഒരു സുരക്ഷിതമായ വയനാട് വിളിച്ചാർക്കാൻ വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള അവസ്ഥയ്ക്ക് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നവർ പോലും മുസ്ലിം ലീഗിനോ സമസ്തക്കോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കോ ഒന്നും അപ്പുറം ചിന്തിക്കില്ല. അതുകൊണ്ട് അവർ ഇന്ന് നാളെ സമൂഹത്തിന്റെ തീരുമാനങ്ങളൊക്കെ മാറ്റാനുള്ള ഒരു അധികാര കേന്ദ്രമായി ഇസ്ലാമിക പൗരോഹിത്യം മാറുന്നു എന്ന ഭയം അത് നിസ്സാരമല്ല. സ്ത്രീകൾ വിവാഹത്തിൽ പങ്കെടുക്കുന്നു, അത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു ഭീതി ഉണ്ടാക്കുന്നതാണ്. സ്ത്രീകളെ വീണ്ടും പഴയ പോലെ മുഗള കാലഘട്ടം പോലെയോ സുൽത്താൻ കാലഘട്ടം പോലെയോ ഇവിടെ വളരെ മുന്നോട്ട് പോയ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ പിന്നോട്ടടിപ്പിക്കാൻ വീണ്ടും അവര് കർട്ടന്റെ പുറകിലോ വീടിന്റെ അകത്തളങ്ങളിലോ നമ്മൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വലിയ വിപ്ലവം നടത്തിയ നാടാണ് ഇവിടെ. അപ്പൊ വീണ്ടും അവരെ അടുക്കളയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സമസ്തയ്ക്ക് ഇവിടുത്തെ ഭരണകൂടങ്ങളിലൂടെ സാധിക്കുമോ എന്ന ഭയം മാത്രമാണ് ഈ പ്രസ്താവനയിൽ ഞാൻ കാണുന്നത്.